കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ വർക്കാലം സർവശക്തനെ യേശുക്രിസ്തു എന്ന മഹാനാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് നൽകിയ മഹാസ്നേഹത്തെ ഓർത്ത് നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാം. ദൈവം ഹല്ലേലൂയ സ്തോത്രം സ്വന്തം പുത്രനെ ആദരിക്കാതെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾക്ക് വേണ്ടി നൽകി. ലോകത്തെ അത്രമാത്രം ദൈവം ചെയ്തു സ്നേഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആ സ്നേഹിച്ച ദൈവത്തെക്കുറിച്ച് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ സ്തോത്രം കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവം അയച്ച പുത്രനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം എന്നാണ് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിച്ചാൽ 16-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം അയച്ച കർത്താവിനെ സ്നേഹിക്കാത്തവനൊക്കെ ആരാന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയാനുള്ള കാരണം? കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. ശാപം ആരാ തീർത്തത്? നമ്മുടെ ശാപമല്ല ആരാ ക്രൂശിൽ ചുമന്നത്? യേശു കർത്താവാണ്. ആ കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ആരാ? ശപിക്കപ്പെട്ടവനാണ്. ദൈവപുത്രനെ സ്നേഹിക്കാത്ത സകലരും ശപിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ സ്തോത്രം. അവരിൽ പിതാവിൻ്റെ സ്നേഹം അവരിൽ എന്തില്ല? ഇല്ല. പിതാവിൽ സ്നേഹമുള്ളവൻ ആരെ സ്നേഹിക്കും? കർത്താവിനെ സ്നേഹിക്കും. അതാണ് വായിച്ചാട്ടെ. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ കർത്താവ് വരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യണം? ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കണം. നിങ്ങൾ ആരായിരിക്കണം? യേശുവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവപുത്രനെ സ്നേഹിക്കുന്നവരായിരിക്കണം. പിന്നെ വായിക്കേ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞത്? ക്രിസ്തയേശുവിലുള്ള സ്നേഹമാണ്. അതെങ്ങനെ കിട്ടിയത്? യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പൗലോസിന് ആ ക്രിസ്തയേശുവിലുള്ള സ്നേഹം ആർക്ക് കിട്ടി? ഹല്ലേലൂയ. പൗലോസിന് കിട്ടി. അതുകൊണ്ട് പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവനൊക്കെ ആരാ? ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ സ്നേഹിക്കണം. എന്തിനുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം? കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിലെ മരണത്തോളം പിതാവിന് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടിരുന്നു. അല്ലേ? കീഴ്പ്പെട്ടിരുന്നിട്ട് എന്ത് ചെയ്തു? സകലവും എന്ത് ചെയ്തു? അനുസരിച്ചു. ദൈവത്തിന് വേറൊരു മകൻ എന്ത് ചെയ്തു? ദൈവത്തിന് വേറൊരു മകൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ പേരാ ലൂസിഫർ എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പിശാച്, മൃഗം, അല്ലെ കള്ളപ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം. ആ പിശാച് പഴയ പാമ്പ് എന്ന് പറയുന്നുണ്ട്, സർപ്പം എന്ന് പറയുന്നുണ്ട് അവനല്ലേ. അപ്പോൾ അവനും ആരുടെ മകനായിരുന്നു? ആ ഇരുള് പോകുന്നതിന് മുമ്പ് അവൻ ആരായിരുന്നു? ദൈവത്തിൻ്റെ മകനായിരുന്നു. അവനെ ഉണ്ടാക്കിയ നാളിൽ അവനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഹല്ലേലൂയ. പലവിധ കല്ലുകളാൽ, വൈഡൂര്യ ഇന്ദ്രനീല കല്ലുകളാലൊക്കെ എന്ത് ചെയ്തു? അവനെ സൃഷ്ടിച്ചു. അവനും ദൈവത്തിൻ്റെ മകൻ. അവൻ കീഴ്പ്പെട്ടോ? അവനെന്ത് ചെയ്തു? അവൻ ദൈവത്തിൻ്റെ മകൻ. അവനാണ് ഈ പുത്രനാ ദൈവം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? ഇന്ന് സഭകളിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അവൻ ചെയ്തു നിഗളിച്ചു. നമ്മുടെ യേശുവിനെ നമ്മൾ എന്തുകൊണ്ട് സ്നേഹിക്കണം? നിഗളിക്കാത്ത ഒരു ദൈവപുത്രനായ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നത്? നിഗളിച്ചവനെ ദൈവം എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. ഞാൻ അത്യുന്നവനോട് സമനാകും, അത്യുന്നവൻ്റെ മീതെ വാണരുള്ളൂ എന്ന് പറഞ്ഞവനെ ദൈവം എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. യേശു എന്താ ചെയ്തത്? തന്നെത്താൻ ഉയർത്തിയോ? എല്ലായിടത്തും താഴ്ത്തി. യേശു പറഞ്ഞാണ്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഹല്ലേലൂയ. പിശാച് അങ്ങനെയല്ല. അവനിലൂടെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നടന്നതെങ്കിൽ അവൻ എന്ത് ചെയ്തു? തന്നെത്താൻ നിഗളിച്ചിട്ട് അവൻ്റെ ദൂതന്മാരും അവനെ സേവിക്കുന്ന കുറേ ദൂതന്മാരും എല്ലാമായിട്ട് അവനെന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ മേഖലയെ കയറുവാൻ അവൻ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ദൈവപുത്രനോ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഭൂമിയിൽ ജഡത്തിൽ വന്ന ദൈവപുത്രൻ എന്ത് ചെയ്തു? വേഷത്തിൽ മനുഷ്യനായി വന്ന കർത്താവ് ഹല്ലേലൂയ സ്തോത്രം എന്താ ചെയ്തത്? തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? അനുസരണമുള്ളവനായിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. അവന് എവിടെയും തന്നെത്താൻ ഉയർത്തിയിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 4:10 പറയാണ്, നിങ്ങൾ പിതാവിനെ മാത്രം ആരാധിക്കണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. സാത്താനോടും എന്താ പറഞ്ഞത്? സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പിന്നെ സാത്താൻ പിന്നെ നിന്നോ? ആ ഒറ്റ വചനത്തോടു കൂടി അവൻ എന്ത് ചെയ്തു? ഓടിപ്പോയി. ഹല്ലേലൂയ. ഇസ്രായേലിലേക്ക് കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഏക ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അവൻ നമുക്ക് നൽകിയതാണ് ആരെ? യേശു കർത്താവിനെ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം അല്പസമയം ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ സ്തോത്രം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം നമുക്ക് പഠിക്കാം. ഹല്ലേലൂയ സ്തോത്രം. വായിക്കാം. എന്നാൽ സഹോദരന്മാരെ,
ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവില്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവില്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എന്ത് വിധമാണ് ഞാൻ സുവിശേഷിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഏത് വിധമാണ് അപ്പോസ്തലന്മാർ നമ്മളോട് സുവിശേഷിച്ചിരിക്കുന്നത്? ഇത് നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ നിൽക്കുമെന്നാണ് പറഞ്ഞല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ ലേഖനം 1:1 പറയുകയാണെങ്കിൽ ആദ്യം മുതലുള്ളതും ആദ്യം മുതലുള്ളത് എന്താ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദ്യം മുതലുള്ളത് എന്തായിരുന്നു? ദൈവത്തെ ആരും കേട്ടിട്ടുണ്ടോ? ആരും കണ്ടില്ല. എന്താ ഉണ്ടായിരുന്നത്? വചനമായിരുന്നു. അപ്പൊ ആദ്യം മുതലുള്ളതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ തൊട്ടതും ആദ്യം മുതലുണ്ടായിരുന്ന വചനത്തെ തൊടാൻ പറ്റുമോ? വചനം എന്താ? വാക്കിനെയാണ് വചനം. ദൈവത്തിന്റെ വാക്കിനെയാണ് വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാണ് ആദ്യം മുതലുള്ളത്. അതൊന്ന് യോഹന്നാന്റെ ലേഖനം ഒന്ന് വായിച്ചേ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ട് ആദ്യം മുതലുള്ള എന്താ? വചനം. ദൈവത്തെ ആരും എന്ത് ചെയ്തില്ല? കണ്ടില്ല. ദൈവത്തിന്റെ വചനം എന്ത് ചെയ്തു? ഇവര് കേട്ടതും വചനത്തെ ഇപ്പൊ കാണുക. വചനത്തെ കാണാൻ പറ്റുമോ? ആദ്യം മുതൽ ഉണ്ടായിരുന്നു. ആ വചനത്തെ ഇവർ എന്ത് ചെയ്തു? കേട്ടത് എങ്ങനെയാ കേട്ടത്? പ്രവാചകന്മാരും എല്ലാം പറഞ്ഞു സ്ത്രീയുടെ സന്തതി വരുമെന്നും കന്യയെ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുമെന്നും അല്ലേ? ദാവീദൊക്കെ പ്രസംഗിച്ചു. അവന്റെ അങ്കിക്കായി അവർ എന്റെ അങ്കിക്കായി എന്ത് ചെയ്തു? ചീട്ടിട്ടെന്നൊക്കെ പറഞ്ഞു. അല്ലെ, ആ പുത്രൻ വരുമെന്ന് മരിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? അതിൽ പ്രവചിച്ചു. അപ്പൊ ആദ്യം മുതലുള്ള വചനം ഞങ്ങൾ എന്ത് ചെയ്തു? കേട്ടു. പുത്രനെ കുറിച്ച് എന്ത് ചെയ്തു? കേട്ടു. പിന്നെ ആ വചനം ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുക? കണ്ടു. വചനം എന്തായത്? യോഹന്നാന്റെ സുവിശേഷം 1:14 പറയണം. വചനം എന്തായിരിക്കുന്നു? ജഡമായതിനെ ഇപ്പൊ എന്ത് ചെയ്തു? ഈ യോഹന്നാൻ, ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ എന്ത് ചെയ്തു? കണ്ടു. പിന്നെ ഞങ്ങൾ കണ്ടു. ആദ്യം വചനം കേട്ടു, കണ്ടു. പിന്നെ ഞങ്ങൾ നോക്കി. വചനത്തെ നോക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളെ എന്തായിട്ടാണ് നിൽക്കുന്നത്? ജഡമായിട്ട് നിൽക്കുക. ഞങ്ങൾ നോക്കി. പിന്നെ വചനത്തെ ഇപ്പൊ എന്ത് ചെയ്തു? ഞങ്ങളുടെ കൈ എന്ത് ചെയ്തു? തൊട്ടു. അവരൊക്കെ ആരെ തൊട്ടു? യേശുവിനെ തൊട്ടു. യേശു ഇപ്പൊ എങ്ങനെയാ നിൽക്കുന്നത്? മനുഷ്യനായി ഇവിടെ വന്നിരിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന്റെ പുത്രൻ എങ്ങനെ വന്നിരിക്കുന്നു? വേഷത്തിൽ മനുഷ്യനായി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. വേഷത്തിൽ മനുഷ്യന് വിളങ്ങേണ്ടതിനാണ് വേഷത്തിൽ മനുഷ്യനായിട്ട് വന്ന് നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് എന്ത് ചെയ്തു? ജഡത്തിൽ അവൻ കഷ്ടം സഹിച്ച് എന്ത് ചെയ്തു? അവൻ മരിച്ചിട്ട് ആത്മാവിൽ അവൻ എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടവനായി ഉയർത്തു പോയ യേശുവിനെ വീണ്ടും ഇതേ യോഹന്നാൻ കാണുന്നത് എങ്ങനെയാ? യോഹന്നാൻ ലേഖനം എഴുതി ചെയ്യുന്നതിന് ശേഷം യോഹന്നാൻ വെളിപ്പാട് എഴുതുമ്പോൾ എങ്ങനെയാ കാണുന്നത്? അഗ്നിജാലിക്കൊത്ത കണ്ടു. അവനെ കണ്ടിട്ട് അവൻ എന്ത് ചെയ്തു? മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ. ഇപ്പൊ അതിനു മുമ്പ് എന്താ സംഭവിച്ചത്? അവ വചനത്തെ അവൻ തൊട്ടു. ഇപ്പൊ എന്താ ചെയ്യുന്നത്? കണ്ടിട്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ എന്ത് ചെയ്തു? വീണു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ വേഷത്തിൽ ആര് വന്നത്? മനുഷ്യനായിട്ട് വന്നത്. ഹല്ലേലൂയ. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. മകന് ആണ് ഹല്ലേലൂയ, സ്തോത്രം ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ, സ്തോത്രം. വേറൊരു പുത്രൻ പാപം ചെയ്തപ്പോ ദൈവത്തിന്റെ പുത്രൻ എന്താ ചെയ്തു? ആ സുവിശേഷം ഞാൻ നിങ്ങളോട് പറയുന്നു. ആ സുവിശേഷം എന്ത് ചെയ്തു? നിങ്ങൾക്ക് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ പറയുകയാണ് ഞങ്ങൾ തൊട്ടു നോക്കി വചനമായ ജീവന്റെ വചനം സംബന്ധിച്ച്. എന്നിട്ട് പറയാണ്, വായിക്കും. ജീവൻ ഇപ്പൊ എന്താ? ഇത് പ്രത്യക്ഷമായി. അതിനുമ്പ് എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ജീവൻ പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ, സ്തോത്രം. എവിടെയായിരുന്നു? പ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ എന്താ? കാണത്തക്കതാകുക അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. കാണത്തക്കതാകുക. ഇപ്പൊ പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചല്ലോ. കൊലസ്യർക്ക് എഴുതിയ ലേഖനം 1:26. ഇപ്പം ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ ലേഖനം ഹല്ലേലൂയ മാറ്റണ്ട. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ത് ചെയ്തു? പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ലേഖനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്?
യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചേ, 1 യോഹന്നാൻ 1:1 ജീവൻ ഇപ്പൊ എന്തായെന്നാ പറഞ്ഞേ? പ്രത്യക്ഷമായി. പ്രത്യക്ഷമാകുന്നപ്പോ എന്തായിരുന്നത്? കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോ പൗലോസ് എന്താ പറഞ്ഞത്? മറഞ്ഞു കിടന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? അല്ലെ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മുമ്പേ എന്ത് ചെയ്തു? മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അത് എന്ത് ചെയ്തിരിക്കുക? പ്രത്യക്ഷമായിരിക്കുക. അപ്പോൾ പുത്രൻ ആദ്യത്തെ എവിടെയായിരുന്നു? ദൈവത്തിന്റെ ജ്ഞാനത്തിലായിരുന്നു. ആദ്യം ജ്ഞാനത്തിൽ അവനെ സൃഷ്ടിച്ചിട്ടാണ് ലൂസിഫറിനെയൊക്കെ സൃഷ്ടിച്ചത്. അതാണ് സകലവും അവൻ മുഖാന്തരം അവനായിട്ട് എന്ത് ചെയ്തു? അവനെ കൊണ്ട് തന്നെയാണ് സാത്താന്റെ തലയെ തകർത്ത ദൈവം. ആരെ കൊണ്ട് തകർത്തേ? അവനെ പരസ്യ കാഴ്ചയാക്കിയത് ആരാ? ദൈവപുത്രനെ കൊണ്ടാണ് ദൈവം ചെയ്യിപ്പിച്ചത് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആ എന്തുകൊണ്ടാണ് പുത്രനെ കൊണ്ട് ആക്കിയതെന്ന് വ്യക്തമായിട്ട് 15-ാമത്തെ ഹല്ലേലൂയ 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ പഠിപ്പിച്ചു വരാം. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ പറയാം, പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്ക് മുമ്പ് മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ അവർ തൊട്ടത്. വെളിപ്പെട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ വചനത്തെ എന്ത് ചെയ്തു? തൊട്ടു. അതുകൊണ്ട് വചനം വഹിച്ച് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പഴയ നിയമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം 38 വർഷം ഒരുത്തൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ ഒരു കുളക്കരയിൽ കിടക്കുക. ഇപ്പോൾ വചനം വന്ന് അവിടെ നിൽക്കുക. എങ്ങനെയാണ് നിൽക്കുന്നത്? ജഡമായിട്ട് നിൽക്കുക. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു നിൽക്കുക അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്തു? അവനെ തൊട്ടവനൊക്കെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. അവൻ കൽപ്പിച്ചവർ സൗഖ്യമാക്കി. അവൻ തൊട്ടവർ സൗഖ്യമാക്കി. അവനെ തൊട്ടവരും എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ഹല്ലേലൂയ സ്തോത്രം. ഇനി റോമർക്ക് എഴുതിയ ലേഖനം 16-24 കൂടെ വായിച്ചേ. പൂർവ്വകാലങ്ങളിൽ എങ്ങനെയായിരുന്നു? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് പൂർവ്വകാലങ്ങളിലൊക്കെ എന്തായിരുന്നു? ദൈവത്തിൽ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? മറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പം ക്രിസ്തുവിൽ മരിക്കുന്നവരൊക്കെ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും അല്ലേ? അപ്പം ദൈവത്തിൽ ആര് മറഞ്ഞിരുന്നു? ക്രിസ്തു മറഞ്ഞിരുന്നു. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും കണ്ട. നിത്യദൈവം ഒരേ ഒരാളാ. 3-4 ദൈവമൊന്നുമില്ല. ഒറ്റ ദൈവമുള്ളൂ. അത് പിതാവായ ഏക ദൈവമാണ് അല്ലേ? 1 കൊരിന്ത്യർക്ക് ലേഖനം 8-4 മുതലുള്ള വാക്യങ്ങൾ വ്യക്തമായിട്ട്. എന്നാൽ എല്ലാവരും ഈ അറിവ് ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. പിതാവായ ഏക ദൈവമേ ഉള്ളൂ. പുത്രൻ ദൈവമല്ല. അവൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നമ്മുടെ മഹാപുരോഹിതനാണ്. ഇങ്ങനെയുള്ള പുരോഹിതനാണ് നമുക്ക് വേണ്ടത്. നിർദോഷൻ, നിർമ്മലൻ, പാപികളിൽ നിന്ന് വേർവിട്ടവൻ അല്ലേ? നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലൻ, ഇടയൻ. ഹല്ലേലൂയ സ്തോത്രം. ഇതൊന്നും അറിയാതെയാണ് ഹല്ലേലൂയ സ്തോത്രം ഇവരൊന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകരെ നരകത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതേ യോഹന്നാൻ തന്നെ പറയാണ്. ഹല്ലേലൂയ 17:3 പറയാണ്, ഏക സത്യതയുമായി നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്ന നിത്യജീവൻ. അത് തന്നെയാണ് പൗലോസും പറയുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഇന്ന വിധമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. പത്രോസ് പറയും, എൻ്റെ ജീവകാലത്തിന് ശേഷവും നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇതൊന്നും ആർക്കറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ ഹല്ലേലൂയ സ്തോത്രം ഈ 3-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ തൃത്വസഭകൾക്ക് ഇതൊന്നും അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. വായിക്കേ, റോമർക്ക് എഴുതിയ ലേഖനം വായിക്കും. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നതും സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന് മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മറഞ്ഞിരുന്ന മർമ്മത്തിന്റെ വെളിപ്പാട് അനുസരണമുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പ്രസംഗത്തിനും നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന കേട്ടോ, നിങ്ങളെ യേശുക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക ജ്ഞാനിയായ ദൈവം. ഒരു ജ്ഞാനിയായ ദൈവമേ ഉള്ളൂ. 3-4 ജ്ഞാനിയായ ദൈവം ഉണ്ടോ? ഇവർ 3 പേരെ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഏക ജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മൂലം നിങ്ങൾ എന്ത് ചെയ്തോണം? ഇന്ന് ഞായറാഴ്ച എന്നേക്കും എന്ത് ചെയ്യണം? എപ്പോഴും എന്നേക്കും എന്ത് ചെയ്യണം? ദൈവത്തിന് വേണം മഹത്വം കൊടുക്കാൻ. ആര് മുഖാന്തരം കൊടുക്കണം? യേശുക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ കൊടുക്കണം. ഇതാ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങൾ അതിൽ നിലനിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ജീവകിരീടം എന്ത് ചെയ്യും? പ്രാപിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്യങ്ങൾ വായിക്കാൻ. ലൂക്കോസിന്റെ സുവിശേഷം പ്രവാചകന്മാരുടെ എഴുത്തുകളാലാന്നാണ് ഇപ്പൊ നമ്മുടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചല്ലേ? പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ. ഹല്ലേലൂയ. പ്രവാചകന്മാർ എഴുതിയത് എങ്ങനെയാണെന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-44 വാക്യം വായിച്ചാണ്. വേഗത്തിൽ വായിക്കും. ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ, യേശു പറയാണ്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വചനം. ആര് പറഞ്ഞ വചനം? ദൈവപുത്രൻ പറഞ്ഞ വചനം. എന്താണ്?
മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ ഒക്കെയും നിവൃത്തിയാകും എന്നുള്ളത്. ആ അപ്പൊ മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകത്തിലും ആരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? ഈ പുത്രനെ കുറിച്ച്. അതുവരെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? പ്രവാചക പുസ്തകത്തിലൊക്കെ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. യേശു എവിടെയായിരുന്നു? മറഞ്ഞിരിക്കുകയായിരുന്നു. അത് പ്രവാചകന്മാരൊക്കെ എന്ത് ചെയ്തു? മോശ പറഞ്ഞു എന്നെ പോലെ ഒരു പ്രവാചകൻ. യെശയ്യാ പറഞ്ഞു ഇതാ എനിക്ക് നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. ആ പേര് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ ഉടനെ ഇവനാ നിത്യപിതാവ് എന്ന് പഠിപ്പിച്ചോണ്ടിരിക്കുക. ആരുടെ പേരിലാ വന്നേ? ദൈവത്തിന്റെ പേരിലാ വന്നേ. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണമെന്ന് യേശു പ്രാർത്ഥിച്ചത്. ആരുടെ നാമത്തിലാണ് അവൻ വന്നത്? ഹല്ലേലൂയ. ആകാശത്തെ വിരിച്ചവനാ, വെള്ളത്തെ വസ്ത്രങ്ങളിൽ കെട്ടിയവനായി, ഹല്ലേലൂയ സ്തോത്രം, ഭൂമിക്ക് ഹല്ലേലൂയ സ്തോത്രം അടിസ്ഥാനം ഇട്ടവനാരെന്ന് പറഞ്ഞിരിക്കുന്ന, കാറ്റിനെ മുഷ്ടിയിൽ പിടിച്ചടക്കുന്നവനാരാ, അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത് നിനക്ക് അറിയാമോ എന്ന് ഹല്ലേലൂയ സദൃശവാക്യം 30 അധ്യായം 4 മുതലുള്ള വാക്യത്തിൽ ഹല്ലേലൂയ എഴുതിയിരിക്കുക. വായിക്കണ്ട. അപ്പൊ അവനുണ്ടാവും, അവനുണ്ട്, അവനൊരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞേ. ആ മകന്റെ പേര് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചേ. എന്നിട്ട് പറയണേ ദൈവത്തിന്റെ എല്ലാ വചനവും എന്ത് ചെയ്തിരിക്കുക? ശുദ്ധി ചെയ്ത് അതിനോട് കൂട്ടിയാൽ നീ എന്താണെന്ന് പറഞ്ഞേ? കള്ളനാണെന്ന് പറഞ്ഞേ. അപ്പൊ കള്ളന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദൈവമുണ്ട്, ആ പേരിലാണ് വന്നത്. അല്ല, അവൻ നിത്യപിതാവല്ല. അവൻ പിതാവ്, പുത്രൻ ആരല്ല? നിത്യപിതാവല്ല. പുത്രൻ നിത്യപിതാവിന്റെ പേരിലാണ് വന്നത്. ഹല്ലേലൂയ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം ആ പുത്രന്റെ തോളിലിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവന് പേര് എങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞേ? നമ്മുടെ ദൈവത്തിന് എത്ര 172 നാമങ്ങളുണ്ട് അല്ലേ? അതിൽ ഒരു പേരാണ് നിത്യപിതാവ്, സമാധാന പ്രഭു, ഹല്ലേലൂയ, പിന്നെ വീരനാം ദൈവം. ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട്. പിന്നെ മോശയോട് പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു പറഞ്ഞ. പിന്നെ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കണ്ടുവോ. അങ്ങനെ ദൈവത്തിന് ഒരുപാട് നാമങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ എല്ലാ നാമത്തിന്റെ അർത്ഥം എന്താ? ഒന്നാ രക്ഷകൻ നാമം. ആ അർത്ഥം, എല്ലാത്തിന്റെ അർത്ഥം എന്താ? രക്ഷകനാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ നാമനിമിത്തം നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. നാമം രക്ഷകൻ ആയതുകൊണ്ടാണ് ഇസ്രായേൽ ജനമേ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നശിച്ചു പോകാതെ ഇരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതാണ് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടു വന്നതായ, അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നോക്കി, കണ്ടു, തൊട്ടു. ഇവർ കണ്ടവർ നിൽക്കട്ടെ, കേട്ടവർ പറയട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് ഹല്ലേലൂയ 3-ാം നൂറ്റാണ്ടിലെ ഉപദേശമായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കർത്താവിൻ്റെ ഈ കള എന്നുവരെ വളരും, കൊയ്ത്തോളം വളർന്നോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കൊയ്ത്ത് വരെ ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നത്? ഇവർ വിളിച്ചോട്ടെ, ഇവർ ചാടിക്കോട്ടെ, ഇവർ തുള്ളിക്കോട്ടെ, ബാലിന്റെ പ്രവാചകന്മാർ തുള്ളിയ പോലെ തുള്ളിക്കോട്ടെ. പക്ഷേ ഇത് എവിടം വരെയേ ഉള്ളൂ എന്ന് നമുക്ക് ദൈവം നമ്മളെ, ദൈവം ഏകസത്യതയുമായി നിന്നെ നീ അയച്ച യേശുവിനെ അറിയുന്നവർക്ക് മാത്രമാണ് നിത്യജീവൻ. അതാണ് നിത്യജീവൻ. അല്ലാതെ രാവിലെ മുതൽ ഉച്ച വരെ കിടന്ന് തുള്ളുന്നത്, അന്യഭാഷ പറഞ്ഞത്, ബഹളം വയ്ക്കുന്നതൊന്നും നിത്യജീവൻ അല്ല. നിത്യജീവൻ അല്ല. ഹല്ലേലൂയ സ്തോത്രം. 24-27 കൂടെ വായിച്ചോട്ടെ മക്കളെ. ലൂക്കോസിന്റെ സുവിശേഷം 24-27 കൂടെ വായിച്ചോ. മോശ തുടങ്ങി എല്ലാ തിരുവെഴുത്തുകളിലും മോശ തുടങ്ങി സകല പ്രവാചകൻ. മോശയെ പറഞ്ഞതല്ലേ എന്നെ പോലെ ഒരു പ്രവാചകൻ വരും, അവന്റെ വാക്ക് കേൾക്കാത്ത എല്ലാവരും എന്ത് ചെയ്യുന്നു പറഞ്ഞേ? സകല ജാതികളും എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? അതാരോടാ പിന്നെ പ്രവചിച്ചതാരാ? മോശ തുടങ്ങിയ. അതിനു മുമ്പ് ദൈവം ആരോട് പറഞ്ഞു? അല്ലെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞല്ലേ, നിന്റെ പേര് ഇനി അബ്രഹാം എന്നല്ല, നീ ബഹുജാതികൾക്ക് ആരാകും? എങ്ങനെ ബഹുജാതികൾക്ക് പിതാവായത്? ഈ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് കൊണ്ടല്ലേ സകല ജാതികളും ആരിലേക്ക് തിരിഞ്ഞു? യേശുവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:9 കൂടെ വായിച്ചാൽ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:9. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ. കേട്ടോണം, പുത്രൻ എവിടെയാ ഇരുന്നെന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അറിയണം അല്ലേ? ഇവര് ഹല്ലേലൂയ സ്തോത്രം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കണ്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് വചനം പ്രത്യക്ഷമായി ഞങ്ങൾ തൊട്ടു നോക്കി. ഹല്ലേലൂയ സ്തോത്രം. ഇത് എവിടെയായിരുന്നു? ദൈവത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എവിടെയായിരുന്നു? ദൈവത്തിൽ. പറഞ്ഞേ, വായിച്ചേ.
ദൈവത്തിൽ അനാദികാലം മുതൽ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ ആദ്യം മുതലുള്ളത്. അനാദികാലം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടന്ന വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിക്കുവാനായി ഈ കൃപ ഞങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കാം, നൽകിയിരിക്കുന്നു. ഒന്ന് അതിന്റെ ബാക്കിയുള്ള വായിച്ചത്. അങ്ങനെ ഇപ്പോൾ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, കണ്ടോ, ആ ജ്ഞാനത്തിലാണ് പറഞ്ഞിരുന്നത്, ബഹുവിധമായ ജ്ഞാനം കണ്ടോ, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം. കണ്ടോ, ക്രിസ്തുവിനാണ് നിവർത്തിച്ചത്. ക്രിസ്തുവിനെ ആദ്യം എവിടെ സൃഷ്ടിച്ചു? ജ്ഞാനത്തിൽ, അല്ലേ, മറഞ്ഞിരിക്കുകയായിരുന്നു. ആ ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി എന്ന് വെച്ചാൽ ആദ്യം മുതലുള്ള നിർണയപ്രകാരം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആദ്യം മുതൽ നിർണയപ്രകാരം സഭ മുഖാന്തരം ഇപ്പോൾ എന്ത് ചെയ്തു? അറിവായി വന്നത്. സഭ മുഖാന്തരം ഇപ്പോൾ അറിവായി വന്നത്. ഇന്നത്തെ സഭയപ്പോൾ എന്ത് സഭയാ? രക്ഷിക്കപ്പെടുന്നവരെ ദൈവം എന്ത് ചെയ്തു? ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സഭയൊക്കെ ഏതാ? പല പേരിൽ അറിയപ്പെടുന്ന സഭകളൊക്കെ ദൈവത്തിന്റെ സഭയാണോ? അല്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അനാദികാലം മുതൽ ദൈവത്തിൽ എന്ത് ചെയ്തിരുന്നു? മറഞ്ഞിരിക്കുകയായിരുന്നു. അത് കാലസമ്പൂർണ്ണത വന്നപ്പോൾ എന്ത് ചെയ്തു? പൗലോസ് തന്നെ ഗലാത്യർക്ക് ലേഖനം എഴുതി പറയും, കാലസമ്പൂർണ്ണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം. എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. യേശു, അതായത് നിങ്ങൾക്ക് തന്ന കർത്താവ് കർത്താവ് കർത്താവെന്ന് 100 കണക്കിന് ഹല്ലേലൂയ പ്രാവശ്യം എഴുതിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3:16 മുതൽ വായിച്ചാട്ടെ, 21 വരെ വായിച്ചാട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പം നമ്മളാണ് ദൈവത്തിന്റെ ആലയം. നമ്മളിലാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ ശക്തി. ദൈവത്തിന്റെ ശക്തിയെ മൂന്നാമത്തെ എന്ത് ചെയ്തു? വ്യക്തിയാക്കി. അപ്പൊ ശക്തി നമ്മളിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ആര് നശിപ്പിക്കും? ദൈവത്തിന്റെ മന്ദിരമാണ് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും. ആ മനുഷ്യരുടെ ആ മന്ദിരത്തിനകത്ത് കഞ്ചാവും ചാരായവും ആലുലിയാസ്തം ബ്രൗൺ ഷുഗറൊക്കെ കുത്തി കയറ്റുന്നവനെ ആര് നശിപ്പിക്കും? ദൈവം നശിപ്പിക്കും. ഈ മന്ദിരം എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അല്ലെ, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുക, നമ്മളാണ് ദൈവത്തിന്റെ ആലയം. ഹല്ലേലൂയ, വായിച്ചാട്ടെ. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. 21 വരെ. നിങ്ങൾ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കണം ദൈവം വസിക്കണമെങ്കിൽ. വായിക്കും. ജ്ഞാനി എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ഭോഷനായി തീരട്ടെ. ഈ സ്വന്തമായിട്ട് ജ്ഞാനിയാന്ന് പറഞ്ഞാണ് ഈ 3 ദൈവത്തെയൊക്കെ പഠിപ്പിക്കുന്നത്. അവരാരായി തീരുമെന്ന് പറഞ്ഞേ? ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ സന്നിധിയിൽ എന്താ? ഭോഷത്വമാണ്. 3 ദൈവം ഉണ്ടെന്ന് പറയുന്ന ജ്ഞാനം ദൈവത്തിന് മുമ്പിൽ എന്താ? അത് ഭോഷത്വമാണ്. വായിക്കും. കണ്ട, ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ എന്ത് ചെയ്യും? പിടിക്കും. ഈ തൃത്വത്തെ എല്ലാം പിടിക്കാൻ പോവാ. കൗശലത്തിൽ പിടിക്കും. കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്ന് അറിയുന്നു. 21 വരെ. ആകയാൽ ആരും എന്ത് ചെയ്യരുത്? ആരും പ്രശംസിക്കരുത്. മനുഷ്യരിൽ പ്രശംസിക്കരുത്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. കേട്ടോ, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. വായിക്കും, താട്ട് വായിക്കും. പൗലോസോ അപ്പൊലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും ആർക്കുള്ളതാ? നിങ്ങൾക്കുള്ള. വരുവാനുള്ള ലോകവും എല്ലാം നമുക്കുള്ളതാണ്. പിന്നെ നിങ്ങൾ ആർക്കുള്ളതാ? നമ്മൾ ക്രിസ്തുവിനുള്ളവരാ. ക്രിസ്തു ആർക്കുള്ള? ദൈവത്തിനുള്ള. അതായത് ദൈവത്തിന്റെ സകല സമ്പൂർണ്ണ ലേഖനവുമായി ആരില്ല വസിക്കുന്നേ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ ശരീരം അല്ലെങ്കിൽ ദൈവത്തിന്റെ വസിക്കുന്ന ശരീരമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിലാകണം. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ വായിക്കുകയാണ്, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിൽ എന്ത് ചെയ്യണം? ആകണമേ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ലേഖനവുമായി അവനിലെ അല്ലോ വസിക്കുന്നത്. ദൈവത്തിന്റെ പ്രതിമയാണ്. ദൈവത്തിന്റെ പ്രതിമ ആരാ?
ക്രിസ്തുവാ. ഹല്ലേലൂയ സ്തോത്രം. പ്രതിമയെ ഇവരെന്താക്കി? ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ പ്രതിമയെ ദൈവം നമുക്ക് ആരാട്ടാ തന്നിരിക്കുന്നത്? കർത്താവാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ഹല്ലേലൂയ സ്തോത്രം പൗലോസ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിന് പിന്നെ 12 പേർക്കും വേണ്ടി എന്ത് ചെയ്തു? മുമ്പിൽ എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. ഹല്ലേലൂയ. സഭ ഞാൻ ഇന്ന വിധം എന്ത് ചെയ്തു? പ്രസംഗിച്ചു. ഹല്ലേലൂയ. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്നാണ് എല്ലായിടത്തും എഴുതിയിരിക്കുന്നത് അല്ലേ? അങ്ങനെ മൂന്നാം നാൾ ആരാ ഉയർപ്പിച്ചത്? ദൈവമാണ് ഉയർപ്പിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഇനി 1 കൊരിന്ത്യർ തന്നെ 11:3 കൂടെ വായിച്ചാട്ടെ. 11:3 വേഗത്തിൽ വായിക്കും. കേട്ടോ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് സകലതും നിങ്ങൾക്കുള്ളതാ. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തു ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. അതേ പൗലോസ് വീണ്ടും പറയാണ്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, എന്നാൽ ഏത് പുരുഷന്റെയും തല ആരാ? ക്രിസ്തു. ക്രിസ്തുവിന്റെ തല ആരാ? സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പൊ അവിടെ ദൈവമുണ്ട്, പുത്രനുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. സ്ത്രീയുമുണ്ട്, പുരുഷനുമുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അത് ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. പുരുഷന്റെ തല ആരാന്നാ പറഞ്ഞേ? ഹല്ലേലൂയ സ്തോത്രം. ഏത് പുരുഷന്റെയും തല ആരാ? ക്രിസ്തു. സ്ത്രീയുടെ തല പുരുഷൻ, പിന്നെ ക്രിസ്തുവിന്റെ തല ദൈവം. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ എങ്ങനെ തുല്യമാകുന്നത്? അവിടെ എങ്ങനെയാ തുല്യമാകുന്നത്? ഒന്നിന് ഉന്നതന്റെ മേൽ ഒരു ഉന്നതനും അവന്റെ മേൽ അത്യുന്നതനും ജാഗരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ. അത്യുന്നതൻ ആരാ? ദൈവ. സകലവും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്ര. അപ്പം അനാദികാലം മുഴുവൻ എന്ത് ചെയ്തു? മറഞ്ഞു കിടന്നു. ഹല്ലേലൂയ സ്തോത്രം. 1 പത്രോസ് 1:12 കൂടെ ഒന്ന് വായിച്ചാൽ. ഹല്ലേലൂയ സ്തോത്രം. വേഗത്തിൽ വായി. 1 പത്രോസ് 1:12. തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്ര ഈ ശുശ്രൂഷ ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്തു? ആർക്ക്? മോശയിലും പുസ്തകത്തിലും സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകങ്ങളിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? അവർക്ക് ആ ശുശ്രൂഷ ആർക്ക് വേണ്ടി ചെയ്തത്? യെശയ്യാവൊക്കെ പ്രവചിച്ചത് അവർക്ക് വേണ്ടിയാണോ? അവരെല്ലാം ഇങ്ങനെ ഈ കാലത്തെ കുറിച്ച് ഇങ്ങനെ ആരാഞ്ഞ് നോക്കി. ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാ. വായിച്ചേ. സ്വർഗത്തിൽ നിന്ന് അയച്ച ദൈവശക്തിയാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ നിങ്ങളെ എന്ത് ചെയ്ത് ഗ്രഹിപ്പിച്ചിരിക്കുക. എപ്പോഴാണ് ഗ്രഹിപ്പിച്ചത്? അപ്പോസ്തലന്മാരുടെ കാലത്തിൽ. പറ, എപ്പോഴാണ് ഗ്രഹിപ്പിച്ചത്? യേശു ഉയർത്തെഴുന്നേറ്റ് പോയിട്ടിന് ശേഷം ഈ പേടിച്ചിരുന്ന പത്രോസിന്റെ ആരായിത്തീർന്നു. അവരുടെ ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരാണെന്ന് അറിഞ്ഞിട്ടുമല്ലേ അവരെന്ത് ചെയ്തു? ധൈര്യത്തോടെ നിന്നിട്ട് എന്ത് ചെയ്തു? കർത്താവിന്റെ വചനം എന്ത് ചെയ്തു? പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ നിന്ന് എന്ത് ചെയ്തു? പ്രസംഗിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്ത് അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പുത്രനാണ് നമുക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നത്? പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ആ ദൈവശക്തി എന്ത് ചെയ്തത്? നമ്മുടെ മേൽ എന്ത് ചെയ്ത്? അയച്ചത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മേൽ ഇത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥം വരികയില്ല. കാര്യസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ ശക്തി. അവൻ നമ്മളെ സകല സത്യത്തിൽ എന്ത് ചെയ്യും? വഴി ഇതിലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ആരുണ്ട്? കർത്താവ് ആത്മാവാകുന്നു. കർത്താവ് എങ്ങനെ പിതാവും പുത്രനും ഒന്നായി നമ്മൾ വരുന്നത്? ആത്മാവായിട്ട് വരിക. ഹല്ലേലൂയ സ്തോത്രം. ആത്മാവായിട്ട് നമ്മളിൽ വസിക്കുകയാണ്. അതുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുന്നവർക്ക് ആരുണ്ട്? പിതാവുണ്ട്. യേശുവേ എന്ന് വിളിക്കുന്നവർക്ക് മാത്രമേ ദൈവമുള്ളൂ. യേശു ഇല്ലാത്തവന് ദൈവം എന്ന് വെച്ചാൽ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നവർക്ക് കേട്ടോ. പുത്രനാം ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരില്ല? ദൈവമില്ല. പുത്രനാം ദൈവം എന്ന് പറഞ്ഞിരുന്ന ആരാ? ലൂസിഫറാ. അപ്പൊ അവന്റെ പേര് പറഞ്ഞ് മറ്റൊരു യേശു. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. ആ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നിടത്ത് ദൈവം എന്ത് ചെയ്യില്ല? വരില്ല. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ലെന്ന് ദൈവപുത്രൻ തന്നെ തള്ളി പറയും. പിന്നെ ദൈവം കേൾക്കുമോ? പുത്രനുള്ളവൻ ആരുണ്ട്? പുത്രൻ തള്ളിക്കളഞ്ഞാൽ അവന് സ്വർഗത്തിലേക്ക് പോകാം. പുത്ര നീ വിട്ടേ, ഞാൻ ദൈവത്തിനടുത്ത് പോകാന്ന് പറയും. പോകാൻ പറ്റുമോ? പുത്രനാണ് വഴി. ഞാനാണ് വഴിയും സത്യവും ജീവനാണ്. വഴി പോയി നിന്നിട്ട് വഴി ആരാധിച്ചിട്ട് നിന്ന് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. വഴിയിലൂടെ ആരുടെ അടുത്ത് പോകണം? അതുകൊണ്ട് വഴി പറയണം. ഇത് ഞാൻ നിന്നെ അറിയുന്നില്ലേ, അതുകൊണ്ട് ഈ വഴി കൂടെ നീ എന്ത് ചെയ്യണ്ട, വരണ്ട എന്ന് കർത്താവ് പറയരുത്. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. ആഗ്രഹിക്കുന്നു. പൂർണ്ണ പ്രത്യാശ എന്ത് ചെയ്യണം? നിങ്ങൾ വെച്ചു കൊള്ളണം. അപ്പൊ പത്രോസിനും തെറ്റിയില്ല, പൗലോസിനും തെറ്റിയില്ല, യോഹന്നാനും തെറ്റിയില്ല. അപ്പൊ ഈ ലേഖനമൊക്കെ നമ്മൾ വായിച്ചല്ലേ?
അവർക്ക് ആർക്കും എന്ത് ചെയ്യില്ല. അവർക്കൊക്കെ എത്ര ദൈവം ഉണ്ടായിരുന്നുള്ളൂ? ഒരു ദൈവമുള്ളൂ, പിതാവായ ഏകദൈവമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ 6 മുതൽ വായിച്ചാട്ടെ. അനന്തരം 15-ാം അധ്യായം. 500-ലധികം പ്രത്യക്ഷനായി. ഇന്ന് വരെ എന്ത് ചെയ്യുന്നു? ജീവനോടെ ഇരിക്കുന്നു. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ഒടുവിൽ അകാല പ്രജ പോലെ ആർക്ക് പ്രത്യക്ഷനായി? പൗലോസിന് പ്രത്യക്ഷനായത് ആരാ? ദൈവത്തിന്റെ പുത്രനല്ലേ? അവിടെ ബൈബിൾ എങ്ങനെ പഠിപ്പിക്കുന്നത്? ദൈവത്തെ ആരും കണ്ടിട്ട് ജീവനോടെ എന്ത് ചെയ്യില്ല, ഇരിക്കത്തുമില്ല അല്ലേ? ദൈവത്തെ ആരെങ്കിലും ഒരു നാളും കണ്ടിട്ടുണ്ടോ? മോശയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രവാചകനായിട്ടുള്ളത്. ആ മോശ പോലും എന്ത് ചെയ്തിട്ടില്ല, ദൈവത്തിന് നേരെ അഭിമുഖമായി നിന്ന് ദൈവം നേരെ നിന്നിട്ട് എന്ത് ചെയ്തു? പക്ഷെ ദൈവത്തിനെ കാണാൻ പറ്റില്ല. അവൻ്റെ പ്രകാശം കാരണം അവന് കാണാൻ പറ്റില്ല. അഭിമുഖമായി നിന്ന് ദൈവം സംസാരിച്ച പ്രവാചകൻ പോലും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പം പൗലോസ് കണ്ടത് ആരെയാണ്? ദൈവത്തിൻ്റെ പുത്രനെ, കർത്താവിനെയാണ് കണ്ടത്. അതാണ് നീ ആരാകുന്നു കർത്താവിനെ ചോദിച്ചാൽ, കർത്താവ് ആരാ? കർത്താവ് എന്ന് പറഞ്ഞത്, കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടന്നവൻ. അവിടെ എല്ലാം കർത്തൃത്വം നടന്ന ആരാ? ദൂതന്മാരാ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊക്കെ ഇനി ആരാകും? ദൂത തുല്യരാകും. 1-ാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗീയൻ. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ച പോലെ നാം സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. 2-ാം മനുഷ്യനായ ക്രിസ്തുവിന്റെ പ്രതിമ നമ്മൾ എന്ത് ചെയ്യും? ധരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളും ദൂത തുല്യരാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ദൈവത്തിന്റെ ഉൽപ്പത്തി പുസ്തകം പറയുന്നു, വരുവിൻ നാം നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം ആരുടെ രൂപമാണ്? ദൈവത്തിന്റെ രൂപം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മളൊക്കെ ദൈവദൂതന്മാരുടെ തുല്യരാകും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ തുല്യൻ ആരും എന്ത് ചെയ്യുന്നില്ല, ആകില്ല. അതുകൊണ്ടാണ് സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെല്ലാവരും ദൈവത്തിന്, ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവോ ദൈവത്തിനുള്ളവനും നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ അറിവ് നമുക്ക് എന്താണ് ഉണ്ടാകണം. ഈ പരിജ്ഞാനം ആർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു? ഈ പരിജ്ഞാനം ഞങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ആർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം? ആർക്കാ ഏൽപ്പിച്ചത്? അപ്പോസ്തലന്മാർക്ക്. അവർ നമുക്ക് എന്ത് ചെയ്തു? അവർ കണ്ടത് നമ്മളോട് എന്ത് ചെയ്തു? പറഞ്ഞു, ഞങ്ങൾ കണ്ടു, വചനം ഞങ്ങൾ കണ്ടു അല്ലേ, ഞങ്ങൾ തൊട്ടു അല്ലേ. അവനാ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചത്. ആ വചനം ആരായിരുന്നു? നമുക്ക് വേണ്ടിയുള്ള കർത്താവായിരുന്നു എന്നുള്ള അവർ നമ്മളെ പഠിപ്പിച്ചവൻ. കണ്ടവൻ നിൽക്കട്ടെ, കേട്ടവൻ. അവർ 5 പേര് ചേർന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി വെച്ചാൽ കേട്ടവരൊക്കെ എന്ത് ചെയ്തിരിക്കുക? അവരുടെ മനസ്സിൽ തോന്നിയതൊക്കെ എന്ത് ചെയ്തിരിക്കുക? എഴുതി. ഈ ബൈബിളിൽ നിന്ന് വിരുദ്ധമായിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതം വന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ, കേൾക്കാൻ. ദൈവത്തിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ നിന്ന് ഒരു ദൂതം വന്നിട്ട് ഇതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലെറ്ററാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വായിക്കേ. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും യോഗ്യനുമല്ല, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ അത്രേ. ഇപ്രകാരം ഞങ്ങൾ പ്രസംഗിക്കുന്നു. ആദ്യം പറഞ്ഞ് ഞാൻ ഇന്ന വിധം സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞിട്ട് പറയുകയാണ്. വായിക്കേ. അപ്രകാരം ക്രിസ്തു മരിച്ചിട്ട് ഉഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയിൽ മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ ദൈവപുത്രനും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്ക് വെറുതെയാ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നത്. ആ യേശു ക്രിസ്തു എന്തിനാ ഉയർത്തെഴുന്നേറ്റത്? നമ്മളെ എന്ത് ചെയ്യാൻ? വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉയർത്തെഴുന്നേറ്റത് കേട്ടോ. നമ്മുടെ പാപങ്ങൾ മോഹിച്ച് നമ്മളെ പിതാവിലേക്ക് എത്തിക്കാനായിട്ടാണ് യേശു എന്ത് ചെയ്തത്. അതിനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരുണ്ട്? ദൈവമുണ്ട്. അവന് പാപമോചനമുണ്ട്, ദൈവവുമുണ്ട്. കർത്താവ് യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ദൈവം അവനെ 3-ാം നാൾ ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്നവനൊക്കെ ആരുണ്ട്? ദൈവമുണ്ട്. അവന്റെ പാപം എന്ത് ചെയ്യും? കർത്താവ് എന്ത് ചെയ്യും? ഇപ്പോൾ ക്രിസ്തേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. കർത്താവിനെ വിശ്വസിക്കണം. പുത്രനാ ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാവവും പോകില്ല. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടതിൻ്റെ പാവവും എന്ത് ചെയ്യില്ല?
നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്താലെ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാമം എന്ന് പറഞ്ഞ പേര് പറഞ്ഞ സ്ഥാനം കൊടുക്കണം. പിതാവ് പറഞ്ഞ പേരല്ല, പുത്രൻ എന്ന് പറഞ്ഞ പേരല്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ശക്തി എന്ന് പറഞ്ഞാലും പേരല്ല. അല്ലെങ്കിൽ സ്തോത്രം വായിക്കട്ടെ. ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത, അപ്പം ദൈവമാണ് ഉയർപ്പിച്ചതെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കാം. ക്രിസ്തുവിനെ ആരാ ഉയർപ്പിച്ചത്? ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ ദൈവത്തിന് വിരോധമായി കള്ളസാക്ഷികൾ ഇന്ന് കള്ളസാക്ഷികൾ എന്ന് വരും. അല്ലെങ്കിൽ സ്വതന്ത്ര ഞങ്ങൾ കള്ളസാക്ഷിയല്ല പറയുന്നത്, ഞങ്ങൾ ഇന്ന വിധം പ്രസംഗിച്ചെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. അതുകൊണ്ട് ക്രിസ്തുവിനെ ആരാ ഉയർപ്പിച്ചത്? ആ ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ ക്രിസ്തു ആരാ, ദൈവം ആരാന്ന് വ്യക്തമായിട്ട് 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് വായിക്കും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ഇപ്പം നമുക്ക് ഇത് മരണ വീട്ടിൽ മാത്രമേ പ്രസംഗിക്കാവൂ, അല്ലാതെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്, മരണത്തെ പേടിയാണ്. പൗലോസ് പറഞ്ഞു ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തു. ഇപ്പം നമ്മൾ മരിച്ചാലും ജീവിച്ചാലും ആർക്കുള്ളതാണ്? ക്രിസ്തുവിനുള്ള. മരണത്തെ പേടി ആർക്കാ? പുത്രനാ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പേടിയുണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നവൻ ആര്? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഇതിനൊന്നും എന്ത് ചെയ്യില്ല, ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ യേശുവിനെ സ്നേഹിക്കാത്തവൻ ആരാന്ന് പറഞ്ഞേ? ശപിക്കപ്പെട്ടവനാണ് നമ്മൾ തുടങ്ങിയത്. എങ്ങനെ തുടങ്ങിയത്? ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ദൈവപുത്രനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാ. അവൻ പുത്രനാ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ സ്തോത്രം. വായിക്കേ. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. ക്രിസ്തു എന്ത് ചെയ്തു? ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളിൽ അല്ലെ. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അല്ലെ എങ്ങനെയുള്ളവെന്ന് വിശ്വസിക്കണമെന്ന് 8 കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അല്ലേ മുകളിൽ നിന്നുള്ളവനെ അയച്ചവനാണെന്നും അല്ലേ ഉയരത്തിൽ നിന്നുള്ളവനാണെന്നും ഒക്കെ ഹല്ലേലൂയ സ്തോത്രം 8 കാര്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതിന് മുമ്പിലുള്ള പ്രസംഗം കേട്ടാൽ മതി. വായിച്ചാൽ നശിച്ചു പോയി. കണ്ടോ? ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചു പോകും. എങ്ങനെ? യേശുവിനെ ദൈവം ഉയർപ്പിച്ചില്ല എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഇവരെല്ലാം എങ്ങനെ വിശ്വസിക്കുന്നത്? ദൈവം ഉയർത്തുന്നല്ലേ വിശ്വസിക്കുന്നത് അല്ലേ? പുത്രനാ ദൈവം എന്ത് ചെയ്തു? തന്നെത്താൻ ബൈബിൾ എങ്ങനെ എഴുതിക്കുന്നത്? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന എല്ലായിടത്തും എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അത് വായിക്കണോ? ഹല്ലേലൂയ സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് അത് ഹല്ലേലൂയ സ്തോത്രം കുറേ വാക്യങ്ങൾ മാത്രം വായിക്കാം, പറയാം. 1 പത്രോസിന്റെ ലേഖനം 1:21, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4:14 മുതൽ 15, റോമർ 8:11 മുതൽ 17 വരെ, അപ്പോസ്തല പ്രവൃത്തി 2:32, 2:22 മുതൽ 24 വരെ അപ്പോസ്തല പ്രവൃത്തി തന്നെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:19 മുതൽ 21, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6:14, എബ്രായർക്ക് എഴുതിയ ലേഖനം 13:20, ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 13:30. ദൈവമോ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഇത്ര വാക്യമുണ്ട്. തന്നെ ഉയർത്തല്ല കേട്ടോ. ആരാ ഉയർപ്പിച്ചേ? ദൈവം അവനെ ഉയർപ്പിച്ചു. വായിക്കും. പ്രത്യാശ വെച്ചിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരിലും നമ്മൾ ആരാ? അരിഷ്ടന്മാരാ. അതല്ല നമ്മൾ കർത്താവിന് എന്ത് ചെയ്യണം? ഉയർപ്പിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ആരായിട്ടാ ഇപ്പൊ വന്നിരിക്കുന്നത്? മധ്യസ്ഥനും മഹാപുരോഹിതനുമായിട്ടായിരിക്കുന്നത്. ഒരേ ഒരു പുരോഹിതനേ ഉള്ളൂ ഇപ്പം. പൗരോഹിത്യ ആറിന്റെ മേലെത്തി. ആരുടെ എത്തി? ലേവ്യ ഗോത്രത്തിൽ നിന്ന് ആരുടെ കയ്യിലെത്തി? ഹല്ലേലൂയ. മൽക്കിസേദക്കിനെ കുറിച്ച് ഞാൻ ഒരു ദിവസം ക്ലാസ് എടുത്തതല്ലേ അല്ലേ? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ആ മൽക്കിസേദക്കിന്റെ ക്രമപ്രകാരം വന്നൊക്കെ യേശുവിൽ എന്ത് ചെയ്തു? എത്തി. അവൻ വരുവോളം ഓരോ ദൂതന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഇനി വായിച്ചാട്ടെ താഴെ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലം ആരാ? യേശുവാ. എന്തിനാ ഇത് നമുക്ക് തന്നത്? യേശുവിനെ ആദ്യം ഉയർപ്പിച്ചത്. യഹൂദന്മാരുടെ എല്ലാം വിശ്വാസം എന്താ? നിത്യമായൊരു ജീവിതം ഉണ്ടെന്നല്ലേ? അതിലേക്ക് അവരിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടിരിക്കുക? ഇസ്രായേലിനെ യാഗം കഴിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവിനെ വിടണേന്ന് പറഞ്ഞ് മശിഹായി വിടണേന്ന് പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സ്വന്തമായവരിലേക്ക് വന്ന് സ്വന്തമായവരോ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അതുകൊണ്ട് ജാതികളായി നമുക്ക് എന്ത് ചെയ്തു? അവരുടെ വീഴ്ച നമ്മുടെ രക്ഷയ്ക്കാണെങ്കിൽ അവരുടെ ഹല്ലേലൂയ സ്തോത്രം യഥാസ്ഥാനം നമ്മുടെ ഉയർപ്പിനല്ലാതെ എന്തിനാണെന്ന് പൗലോസ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ വീഴ്ച നമ്മുടെ എന്തിനായി? രക്ഷയായെങ്കിൽ അവർ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ എന്തിനായിരിക്കും? നമ്മുടെ ഉയർപ്പിനായിരിക്കും. മരിച്ചവരെന്ത് ചെയ്യും? അക്ഷയരായിട്ട് ഉയർക്കും. ഹല്ലേലൂയ സ്തോത്രം. വായിക്കാം.
വായിക്കുക. ആദിഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. ഉം. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ ഉം. മനുഷ്യരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. മനുഷ്യൻ മൂലം മരണം ഉണ്ടായാൽ പുനരുത്ഥാനം എങ്ങനെ ഉണ്ടായത്? മനുഷ്യൻ അപ്പൊ പുത്രനെ ഇപ്പൊ പുത്രനാം ദൈവം എന്നല്ല പഠിപ്പിക്കുന്നത്. ആരാന്ന് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്? ഒന്നാം മനുഷ്യൻ മണ്ടുള്ളവൻ. ഇവരെല്ലാം പെന്തക്കോസ്തുകാരുടെ ശവസംസ്കാരത്തിന് വേണ്ടി കുഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് ഒന്ന് വായിച്ചു വിടും. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗീയൻ, മണ്ണ് കൊണ്ടുള്ളവനെ പ്രതിമ ധരിച്ച പോലെ നീ സ്വർഗീയന്റെ പ്രതിമ ധരിക്കുമെന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വല്ല അറിഞ്ഞിട്ടാണ് വായിക്കുന്നത്? ആരാ കർത്താവ്? രണ്ടാം മനുഷ്യനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എന്ന് വെച്ചാൽ സ്വർഗത്തിലെ മനുഷ്യനാ, ദൈവമല്ല. അവന്റെ പ്രതിമ നമ്മൾ എന്ത് ചെയ്യും? ധരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അവനെ ദൈവം നമുക്ക് എന്താക്കി തന്നു? നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ നമ്മുടെ കർത്താവ് ആരാ? മറ്റേ ദൈവമായ കർത്താവ്, സൃഷ്ടാവായ കർത്താവ്. ഇതോ നമ്മളെ കാക്കുന്ന കർത്താവ്, സൃഷ്ടിയാകുന്ന കർത്താവ്. നിങ്ങൾ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടി ആരാധിച്ചു. മനുഷ്യൻ, ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി, മൃഗം ഇവയുടെ രൂപ സാദൃശ്യമാക്കിക്കൊണ്ട് ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആരാധന നടത്തിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം സാത്താൻ സേവയാണ്. അതിലെ ക്രൂശിൽ കിടക്കുന്ന പടവും, അതിലെ കുരിശി ചുമക്കുന്ന പടവും, അന്ത്യത്താഴം മുങ്ങുന്ന പടവും, ഇതൊക്കെ എന്താന്നാ പറഞ്ഞേ? ഹല്ലേലൂയ സ്തോത്രം. ദാസൻ യജമാനെക്കാളിലും മുകളിലല്ലേ? ദൂതൻ തന്നെ അയച്ചവനെക്കാട്ടിലും വലിയവനല്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ യേശുവിൻ്റെ ദാസന്മാരൊക്കെ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ എങ്ങനെയാണ്? യേശുവിൻ്റെ പ്രായത്തെക്കാളും ഇളയതാണ്. ആ അന്ത്യത്താഴത്തിനകത്തുള്ള കിളവന്മാരെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. 60, 70, 80 വയസ്സുള്ള കിളവന്മാർ കഷണ്ടിത്തല ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതാ ഏത് ആരുടെ? അത് ലൂസിഫർ. അതിനകത്ത് വരച്ചു വെച്ചിരിക്കുന്നത് യേശു എത്ര വർഷം വയസ്സ് വരെ ഉണ്ടായിരുന്നു ഭൂമിയിൽ? 33 വയസ്സ് കഴിയുന്നോളം വരെ എന്തുണ്ടുള്ളൂ? യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വരച്ചു വെച്ചിരിക്കുന്ന യേശുവിന് എത്ര വയസ്സ് കാണും? ഒരു 70 വയസ്സെങ്കിലും എന്ത് ചെയ്യും? കാരണം ഡൈ അടിച്ച് വെച്ചിരിക്കുന്ന ഒരു യേശുവിനെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അതാരാ? അത് ലൂസിഫറാ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ക്ഷയമുള്ള മനുഷ്യൻ, ഇഴജാതി, നാൽക്കാലി, പിന്നെ പക്ഷി ഇവിടെ രൂപ സാദൃശ്യമാക്കി കളഞ്ഞെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുക അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും എന്ത് ചെയ്യും? ക്രിസ്തു എന്ന് പറഞ്ഞ അഭിഷേക്തനിൽ എല്ലാവരും എന്ത് ചെയ്യും? അഭിഷേകം പ്രാപിച്ച, ശക്തി പ്രാപിച്ചതിൽ എല്ലാവരും എന്ത് ചെയ്യും? യേശുവിലുള്ള ശക്തിയിൽ നമ്മൾ ഉയർത്തും. ശക്തി എന്നാ അഭിഷേക്തൻ എന്ന് പറഞ്ഞാൽ ശക്തി പ്രാപിച്ചതെന്നാ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ആ ശക്തിയാൽ നമ്മളെ ഇവൻ എന്ത് ചെയ്യും? അവനോട് കൂടെ ഉയർപ്പിക്കും. ആരോട് കൂടെ? ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഉയർപ്പിക്കും. വായിക്കും. ആ ആദ്യ ഫലം ആരാ? ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവന്റെ വരവിങ്കൽ. പിന്നെ അവസാനമാണ്. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ എന്ത് ചെയ്യും? ഏൽപ്പിക്കും. ഹല്ലേലൂയ. പുത്രൻ താൻ പിതാവിനെ എന്ത് ചെയ്യും? കീഴ്പ്പെട്ടിരിക്കുന്ന വചനം പറഞ്ഞിരിക്കുന്നത്. 3 ദൈവങ്ങൾ ഇരുന്നിട്ട് അവിടെ ഭരിക്കുമെന്നാണ് ഇവിടെ കൺവെൻഷൻ സ്റ്റേജിലൊക്കെ 3 പിള്ളേരെ കയറ്റി ഇരുത്തിയിട്ട് പ്രസംഗിക്കുന്നത്. അന്ന് രാജ്യം ആരെ ഏൽപ്പിക്കും? പിതാവിനെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് ആര് മാറിപ്പോവും? മരണം നീങ്ങിപ്പോവും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. ആരുടെ കാൽ കീഴില്? പുത്രന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും സകലവും ആർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു? ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ തന്നെ എന്ത് ചെയ്തു? ദൈവം ക്രിസ്തുവും കർത്താവും ആക്കി വെച്ചു. കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ. ഇപ്പൊ കീഴാക്കി കൊടുത്തവനെ മാറ്റിയിട്ട് ഇവനാണ് ദൈവമെന്ന്, പുത്രനാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവനിൽ ദൈവത്തിന്റെ ആത്മാവല്ല, സാത്താന്റെ ആത്മാവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ പറയും യേശു എന്റെ കർത്താവാണ്, അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. എന്റെ പാവം അവൻ ചുമന്നു, അവൻ നിമിത്തം എനിക്ക് ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യേശു മൂലം ആരുണ്ട്? ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാൽ താട്ട് വായിച്ചാൽ. കണ്ട, എല്ലാം അവന് കീഴ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഇതാണ് പുത്രൻ. ഇതാണ് ഏകസത്യതയുമായി നിന്നെയും
നീ അയച്ച യേശുവിനെയും അറിയുന്നത് നിത്യജീവനാകുന്നു. ഞങ്ങൾ ഇന്ന വിധം നിങ്ങളോട് പ്രസംഗിച്ചു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഇന്ന വിധമാണ് നിങ്ങളോട് പ്രസംഗിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. ഹല്ലേലൂയ സ്തോത്രം. അടുത്തത് വായിച്ചാട്ടെ 29. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴികത്തോളം പ്രാണഭയത്താൽ ആകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. എങ്ങനെയാ ദിവസേന പൗലോസ് മരിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ദിവസേന എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. ദിവസേന കർത്താവിന്റെ കഷ്ടത എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കർത്താവിന്റെ ശരീരത്തിൽ കുറവായത് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. വായിക്കും. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? എന്താണ് മൃഗയുദ്ധം? മൃഗയുദ്ധം എന്താ ചെയ്തത്? ആരാ ചെയ്തത്? പൗലോസ് ചെയ്തിരിക്കുക അല്ലേ? എവിടെ വെച്ചാ ചെയ്തത്? എഫെസോസ് സഭയിൽ. ഹല്ലേലൂയ. എഫെസോസ് എന്ന് പറഞ്ഞാൽ എന്താ? അർത്തമിസ് ദേവിയുടെ ആരാധനയുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ? വിഗ്രഹാരാധനയുള്ള ദേശത്ത് മൃഗയുദ്ധം ചെയ്തു. അർത്തമിസ് ദേവി ഇരിക്കുന്നത് എന്തിന്റെ പുറത്താണ്? മൃഗത്തിന്റെ പുറത്താണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ മൃഗയുദ്ധം ചെയ്തത് നമ്മുടെ ഈ രാജ്യത്തിലൊക്കെ ഉണ്ട്. പല പേരിലാണ് അത് ചെയ്തത് അറിയപ്പെടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. മൃഗയുദ്ധം ചെയ്തത് മാനുഷികമെന്ന് വരികിൽ വായിക്കേ എനിക്ക് എന്ത് പ്രയോജനം? അപ്പം മൃഗയുദ്ധം മൃഗത്തെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവരെ എവിടെ തള്ളിയിടും? പിശാച്, മൃഗം, കള്ളപ്രവാചകൻ. കണ്ടോ? മൃഗത്തെയാണ് ആരാധിച്ചത്? പറ. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വന്നപ്പോൾ മോശ എവിടെ പോയി? ദൈവത്തിന്റെ സന്നിധിയിൽ പോയി. ദൈവത്തിന്റെ സന്നിധിയിൽ പോയതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം മേടിക്കാൻ പോയ, കൽപ്പന മേടിക്കാൻ പോയ മോശ തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ആ മൃഗമാണിത്. ഈ മൃഗത്തിനോടാണ് നമുക്ക് യുദ്ധമുള്ളത്. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ഈ ലോകാധിപതി അത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. വെളിപ്പാട് പുസ്തകത്തിൽ കയറി വരുന്ന മൃഗങ്ങളൊക്കെ ആ മൃഗത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഇതാണ് മൃഗത്തിന്റെ ആത്മാവ് ലഭിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുക. അപ്പൊ മൃഗയുദ്ധം ആര് ചെയ്തു? പൗലോസ് ചെയ്തു. വായിച്ചാൽ മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നമുക്ക് തിന്നാൻ കുടിക്കാം, എന്ത് പരിപാടിയും ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യും? മരിച്ചവർ എന്ത് ചെയ്യും? ആ ഉയർപ്പിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആലയിലെ കാത്തിരിക്കുന്നത്. കർത്താവിന്റെ വരവിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാത്തിരിക്കുന്നത്. വായിച്ചാട്ടെ. വഞ്ചിക്കപ്പെടരുത്. വെറുതെയുള്ള സംഭാഷണം നമുക്ക് വേണ്ട. അത് സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് എന്ത് ചെയ്യണം? നിർമ്മതരായിരിപ്പിൻ. പാപം ചെയ്യാതിരിക്കണം. ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഞാനിത് ലജ്ജയ്ക്കായി നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെ ഞാൻ ഹല്ലേലൂയ പറഞ്ഞത്? 2-ാം വാക്യത്തിൽ നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പം പിതാവും പുത്രനും ആരാന്നുള്ളത് വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്. പുത്രൻ കീഴ്പ്പെട്ടിരിക്കും, സകലവും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാണ്. ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഞാനിത് ലജ്ജക്കായി നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ എങ്ങനെ ഉയർത്തും? ഹല്ലേലൂയ സ്തോത്രം. ഏതുവിധ ശരീരത്തിൽ ഉയർത്തും എന്നൊക്കെ ഹല്ലേലൂയ സ്തോത്രം താഴോട്ട് വായിച്ചല്ലോ. പക്ഷേ ഒരുവൻ ചോദിക്കും, മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ഗോതമ്പിന്റെയും മറ്റു വല്ലതിന്റെയും വെറും മണി എത്ര വിതയ്ക്കുന്നു? ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. മതി. സകല അലല്യം വിതയ്ക്കുന്നത് ചാവണം. അതാ നമ്മൾ പാപത്തിൽ എന്ത് ചെയ്യണം? അല്ലല്ല, പാപത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ പാപത്തെ എന്ത് ചെയ്യണം? ആ പാപത്തിൽ മരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ പിന്നെ എന്ത് ചെയ്യണം? ജീവനിൽ എന്ത് ചെയ്യണം? വാഴണം. പിന്നെ പാപത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ജീവിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. പാപം നമ്മളെ വിട്ട് എന്ത് ചെയ്യണം? യേശു കഴുകി കളഞ്ഞിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യരുത്? പാപത്തിൽ വീഴരുത്. പിന്നെ ഗോതമ്പിന്റെയും മറ്റു എല്ലാതിൻ്റെയും മണി എത്ര വിതയ്ക്കും? ഇത്രയുള്ളൊരു ഗോതമ്പ് വിതച്ചു കഴിഞ്ഞാൽ അതിന് ഇത്രയുള്ളൊരു ശരീരം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് യേശു എന്ത് ചെയ്തു? ഇവിടെ വിതയ്ക്കപ്പെട്ടു അല്ലേ? ദൈവം അവനെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അവനെ പിന്നെ യോഹന്നാൻ കാണുമ്പോൾ എങ്ങനെ കാണുന്നത്? അഗ്നിജാലിക്കൊത്ത കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ ഹല്ലേലൂയ സ്തോത്രം തലയും തലമുടിയും ഹിമം പോലെ വെളുത്തതാണ്. ഹല്ലേലൂയ സ്തോത്രം. അവനെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ കുറെ നാളുകൾക്ക് മുമ്പ് വരെ കൂടെ നടന്നവൻ യോഹന്നാൻ എന്ത് ചെയ്തു? ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ എന്ത് വീണു? ഞാൻ മരിച്ചവനായിരുന്നു, ഇത് എന്നേക്കും എന്ത് ചെയ്യുന്നു?
ഉയർത്തെഴുതിയിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ മരിച്ചു, എന്നാൽ എന്നേക്കും എന്ത് ചെയ്തിരിക്കുന്നു? ജീവിച്ചിരിക്കുന്നു. അതിന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. ആരുടെ പക്കൽ? ദൈവത്തിന്റെ പുത്രന്റെ പക്കൽ എന്തൊക്കെയാ ഉള്ളത്? സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയുള്ള ബാക്കി സകലതും ആരുടെ കയ്യിലാണ് ഉള്ളത്? പുത്രന്റെ കയ്യിലാണ് ഉള്ളത്. ഹല്ലേലൂയ. അതിനോട് പുത്രനില്ലാത്തവനെ ദൈവമില്ല. പുത്രൻ ആരാന്ന് വിശ്വസിക്കണമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പരിജ്ഞാനം, ഹല്ലേലൂയ സ്തോത്രം, എല്ലാവർക്കും ഇല്ല. അതുകൊണ്ടാണ് ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഞാനിത് ലജ്ജയ്ക്കായിട്ട് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ലജ്ജയെങ്കിലും ഉണ്ടാകട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പറയാണ്, ഹല്ലേലൂയ, ഗോതമ്പിൻ്റെയും മറ്റു മണി വിതയ്ക്കുന്നു, ദൈവം അതിനൊരു ശരീരം കൊടുക്കും. ഇപ്പം നമ്മൾ ഈ ശരീരത്തിലല്ലായിരിക്കും സ്വർഗത്തിൽ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് ഇത്ര ചെറിയ ശരീരമല്ല. ഗോതമ്പിൻ്റെ ശരീരം എത്ര വലുതാ? എത്ര ഇരട്ടിയാ? അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ എത്ര വലിപ്പമായിരിക്കും നമ്മുടെ ശരീരം? അതുകൊണ്ടാണ് യോഹന്നാൻ വീണു പോയത്. ഉണ്ടോ? ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും എന്ന് പറഞ്ഞേ. ആ പ്രതിമ അത് അല്ലെ യേശുവിനോട് രൂപത്തിന് അനുരൂപരാകും. നമ്മൾ അനുരൂപമാകും. ആ രൂപത്തോട് സാദൃശ്യമാകുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കും? ഈ ശരീരമാണോ നമുക്ക്? അല്ല. അല്ലെങ്കിൽ താട്ട് വേഗത്തിൽ വായിച്ചോ. രണ്ട് ശരീരമുണ്ട് കേട്ടോ. സ്വർഗീയ ശരീരമുണ്ട്, ഭൗമ ശരീരങ്ങളുണ്ട്. അതിന്റെ തേജസ് വേറെയാ. ആ തേജസ് കൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്തത്? കാഴ്ച പോയി, കണ്ണടിച്ചു പോയി. അവന്റെ റെറ്റിനയ്ക്ക് താങ്ങാൻ പറ്റില്ല വെളിച്ചം. അവന്റെ കാഴ്ച എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗീയ ശരീരത്തിന്റെ വെളിച്ചം വായിക്കേ. അതാണ് ഹല്ലേലൂയ സ്തോത്രം. കുഞ്ഞാട് അവിടെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, കുഞ്ഞാടായിരിക്കും വിളക്ക്. മനസ്സിലായോ? ആ വെളിച്ചം കണ്ടപ്പോൾ പൗലോസിന്റെ കണ്ണടിച്ചു പോയി. ഹല്ലേലൂയ സ്തോത്രം. അവനെ കണ്ടിട്ട് യോഹന്നാൻ എന്ത് ചെയ്തു? മരിച്ചുപോയെന്നല്ല ചുരുക്കം. എന്ന് വെച്ചാൽ ചെറിയൊരു ശ്വാസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവനെ തൊട്ട് കഴിഞ്ഞപ്പോഴാണ് അവൻ എന്ത് ചെയ്തു? ജീവൻ അവന് വന്നത്. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചോ. ചന്ദ്രന്റെ തേജസ് വേറെ. അപ്പൊ നക്ഷത്രവും തമ്മിൽ ബന്ധമുണ്ട്. തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും അങ്ങനെ അവണ്ണം തന്നെ കാണുന്നത്. തേജസ് ഉള്ളതുകൊണ്ട് തേജസ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. വായിച്ചത്. അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. ഇപ്പൊ നമ്മളെല്ലാവരും അപമാനിക്കുന്നുണ്ട്. സത്യം പ്രസംഗിക്കുന്ന നമ്മളെ എന്ത് ചെയ്യുന്നു? അപമാനിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. വായിക്കേ. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. കണ്ടോ? അപ്പൊ ശക്തിയിലാണ് ഉയർക്കുന്നത്. അപ്പൊ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയിലാണ് ഉയർക്കുന്നത്. കർത്താവിന്റെ ശക്തിയാണ് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഈ ശക്തിയാണ് മൂന്നാമത്തെ എന്ത് ചെയ്തത്? വ്യക്തിയാക്കി. ശക്തിയിലാണ് ഉയർക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വാക്ക. അതുകൊണ്ട് ആദ്യം വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോട് വചനം ദൈവമായിരുന്നു പറഞ്ഞു. ദൈവത്തിന്റെ വാക്കും ദൈവമാണ്, ദൈവത്തിന്റെ ശക്തിയും ദൈവമാണ്. ഇത് തന്നെ എന്ത് ചെയ്തു? 3-4 ആക്കി കഴിഞ്ഞാൽ എത്ര എണ്ണം പോവും? എത്ര പോവും? ഇസ്രായേലെ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏകൻ. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദൈവവും സകല മനുഷ്യരുടെ മനസാക്ഷി ദൈവം എഴുതി വെച്ചു. എല്ലാം കണ്ടുകൊണ്ട് ഒരുവൻ മുകളിലിരിക്കുന്നു. ഒരൊറ്റ ദൈവവും. ഹല്ലേലൂയ. അവൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി നമ്മളെ താങ്ങാൻ, നമ്മളെ രക്ഷിപ്പാൻ, നമ്മളെ സഹായിപ്പാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ പുത്രൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുക. വായിച്ചത്. പ്രാകൃത ശരീരം. ഞാൻ പറഞ്ഞില്ലേ, ഗോതമ്പിന്റെ മണി എന്താ? പ്രാകൃതമായിട്ട് ഇടുന്നു. അത് എന്ത് ചെയ്യുന്നു? അതിനു വേണ്ട ഒരു ശരീരം ദൈവം കൊടുക്കുന്നത്. പ്രാകൃത മനുഷ്യനായി നമ്മളെ വിതച്ചാൽ എങ്ങനെ ശരീരം ഉണ്ടാകും? സ്വർഗീയ ശരീരം ഉണ്ടാകും. വായിക്കും. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി. ഒന്നാം മനുഷ്യനുള്ള ആദാം എന്തായി തീർന്നു? ജീവനുള്ള ദേഹിയായി തീർന്നു എന്നുണ്ടല്ലോ. കേട്ടോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്ന് വെച്ചാൽ ശക്തിയായി. എന്നാൽ ആത്മീയമല്ല. പ്രാകൃതം അത്ര ഒന്നാമത്തത് എന്ന് വെച്ചാൽ ദേഹിയായി തീർന്നത്. പ്രാകൃതം പ്രകൃതിയിൽ നിന്നുണ്ടായത്. അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള മണ്ണുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം നമ്മളെ എന്ത് ചെയ്തു? ഉണ്ടാക്കി. വായിക്കും. പിന്നത്തേത് വരുന്നതാണ് ആത്മീയം. നമ്മളിപ്പോൾ വായിച്ചില്ലേ? അല്ലെ, ദൈവം അല്ലെ ദൈവത്തിൽ എന്ത് ചെയ്തു? മറിഞ്ഞിരിക്കുമായിരുന്നു അവൻ, അല്ലേ? പിന്നെ രണ്ടാമത് അവൻ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? ദൈവം അവനെ അയച്ചു, അല്ലേ? അവൻ ഞങ്ങൾ കണ്ടു, തൊട്ടു, നോക്കി. ജീവന്റെ വചനം സംബന്ധിച്ച് വായിക്കും. കണ്ടോ? ഇവരെല്ലാം പ്രസംഗിക്കും. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള മണ്ണുകൊണ്ടുള്ളവൻ.
ആ രണ്ടാമത്തെ മനുഷ്യൻ എങ്ങനെയാണ് വന്നത്? വചനം കൊണ്ടാണ് വന്നത്, ഭൂമിയിൽ നിന്നാണ് വന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഒരു വചനം പുറപ്പെട്ടല്ലേ? സ്ത്രീയുടെ സന്തതി, ഉൽപ്പത്തി പുസ്തകം 3:15 പറയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ള വചനം അല്ലേ? രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ള ആ വചനമാണ് എന്ത് ചെയ്തത്? മനുഷ്യനായി വന്നത്. അതാണ് വേഷത്തിൽ മനുഷ്യനായി എന്ത് ചെയ്തത്? വിളങ്ങിയത്. ആ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമത. ആ സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. അപ്പൊ നമ്മൾ സ്വർഗീയന്മാരെ പോലെ എന്ത് ചെയ്യണം? ആകണം. പിന്നെ നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ ഇനി എന്ത് ചെയ്യും? അപ്പൊ കർത്താവിന്റെ പ്രതിമ നമ്മൾ എന്ത് ചെയ്യും? ധരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. സഹോദരന്മാരെ, ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ഈ മാംസവും രക്തമായിട്ടുള്ളവർക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ എന്ത് ചെയ്യില്ല. അപ്പൊ ഏരിയ വന്ന് മാംസവും രക്തത്തോടു കൂടി അല്ല പോയെ. കാരണം ഈ വായുമണ്ഡലം കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. അവർക്ക് ഏത് ശരീരത്തിലാണ് പോയെ? ആത്മീയ ശരീരത്തിൽ മാത്രമേ സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയുന്നത്, ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ പറയാം, അത് 3-ാം സ്വർഗത്തോളം എന്ത് ചെയ്യും? പർദീസയോളം എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. അങ്ങനെ ആത്മീയ ശരീരത്തോടെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അവന് ആത്മശരീരത്തിലൂടെ പോകാൻ പറ്റുള്ളൂ, അല്ലാത്ത ശരീരത്തോടെ എന്ത് ചെയ്യാൻ പറ്റില്ല? പോകാൻ പറ്റില്ല. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കണ്ണിമയ്ക്കുന്ന ഇടയിൽ എന്ത് സേരം വേണം? ഒരു സെക്കൻഡിന്റെ ഒരു അംശം അല്ലേ? കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. ഏത്? സ്വർഗീയ ശരീരത്തോട് രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും. മരിച്ചവർ അക്ഷയരായിട്ട് എന്ത് ചെയ്യും? ഉയർന്നു. ക്ഷയമില്ലാത്തവരായി ഉയർന്നു. മറ്റേ ഇപ്പം നമ്മളെല്ലാവരും ക്ഷയമുള്ളവരാണ്. എങ്ങനെയുള്ളവരാണ് നമ്മൾ? ഹല്ലേലൂയ, സ്തോത്രം. ക്ഷയമുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്? അടക്കം ചെയ്യുന്നത് അല്ലേ? നമ്മൾ പിന്നെ എങ്ങനെയായി ഉയർക്കുന്നത്? അക്ഷയരായിട്ട് ഉയർക്കും. പിന്നെ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അപ്പോഴാണ് ജയം വരുന്നത്. അതുവരെ നമുക്ക് എന്തില്ല? ഹല്ലേലൂയ, മരണത്തിൽ നിന്നുള്ള ജയമില്ല. ഇത് നീങ്ങിപ്പോ എപ്പോഴാ? കർത്താവിൻ്റെ വരവില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതാ ഹല്ലേലൂയ, യേശുവിനെ കർത്താവെന്ന് വാവുകൊണ്ട് ഏറ്റു പറയും. ദൈവം അവന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ, ചെയ്തു എങ്കിൽ നീ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ബന്ധക്കോസുകാരൊക്കെ ചെയ്യും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? അല്ലേ? എത്ര വർഷമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട്? രക്ഷിക്കപ്പെട്ടോ ആരെങ്കിലും? രക്ഷിക്കപ്പെടുന്നത് എപ്പോഴാ? മരണം നീങ്ങണം അല്ലേ? മരണം നീങ്ങി ജയം കിട്ടുമ്പോഴാണ് കർത്താവിൻ്റെ വരവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നത്. വായിക്കും. ആ വചനം നിവൃത്തിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് വരണം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം. ഹല്ലേലൂയ, സ്തോത്രം. മരണത്തിന്റെ വിഷമുള്ള എന്താ? പാപം. പാപത്തിന്റെ ശക്തിയോ? ന്യായപ്രമാണം. ശക്തി ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്താൽ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല? പാപത്തെ അറിയില്ല. അപ്പം ന്യായപ്രമാണമാണ് പാപത്തിന്റെ ശക്തി. പിന്നെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്. അപ്പൊ ആർക്കാ സ്തോത്രം പറഞ്ഞത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്നത്. ആ ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. പിന്നെ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമില്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഇന്ന വിധം നിങ്ങളോട് എന്ത് ചെയ്തിരിക്കുന്നു? സുവിശേഷിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഏത് വിധമാണ്? എങ്ങനെ വിധമാണ്? ദൈവം ആരാണ്? പുത്രൻ ആരാണെന്നുള്ള ആ വിധം പൗലോസും പത്രോസും യോഹന്നാനും പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, യൂദ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സകലരും അങ്ങനെ തന്നെയാണ് സത്യം പഠിപ്പിച്ചത്. എന്നാൽ സത്യത്തിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യുന്നു? ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഞാനിത് ലജ്ജയ്ക്കായി നിങ്ങളോട് പറയുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ 15-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പറഞ്ഞിട്ട് പറയുകയാണ്. പുത്രൻ താൻ പിതാവിന് എന്ത് ചെയ്യും? കീഴ്പ്പെട്ടിരിക്കും. സകലവും കീഴക്കാക്കി കൊടുത്തവൻ ഒഴികെ സകലവും. ഹല്ലേലൂയ, പുരുഷൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്ത്രീ, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ളത് വരുവാനുള്ളത് സകലവും ആർക്കുള്ളതാ? കർത്താവിനുള്ളതാണ്. ഹല്ലേലൂയ, കർത്താവോ ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഈ പരിജ്ഞാനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ദൈവ വാക്കുകളാൽ, വചനത്താൽ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ കൃപ ചെയ്യുമാറാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നല്ല പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടി ഹല്ലേലൂയ, സർവശക്തന്റെ വചനത്തെ, വിശുദ്ധിയുടെ ജീവനുള്ള വചനത്തെ കർത്താവെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്
ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിന് കൊള്ളാവുന്ന വിലക്കാരായി നിൽക്കുവാൻ കർത്താവ് നീ കൃപ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. നിന്റെ വചനത്തോട് കൂട്ടാതെ കുറയ്ക്കാതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന കൃപ ദൈവമേ ഞങ്ങൾക്ക് നൽകുന്നതായി സ്തുതിക്കുന്നു. ദൈവമേ സത്യം കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ കർത്താവെ നിത്യജീവനായി കളരി ഏകസത്യ ദൈവത്തെ ഏകസത്യമായി ദൈവം അയച്ച ക്രിസ്തുവിനെ അറിയുന്ന അറിവ് അവർക്കുണ്ടാകുവാൻ ദൈവത്തിലൂടെ ഏകദൈവത്തെ ഹാലലിയ വഴിയാകുന്ന ക്രിസ്തുവിലൂടെ പോയി ദൈവത്തെ ആരാധിക്കുന്ന കൃപ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങളുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഹാലലുയ കർത്താവ് വരുന്നു. ഹാലലിയ കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ഹാലലിയ ക്രൂശിൽ ഹാലലിയ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്ര നീ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇപ്പോഴും ഇരുന്നുകൊണ്ട് പക്ഷപാതം കഴിക്കുകയും ഞങ്ങളുടെ മഹാപുരോഹിതനായി ഹാലലിയ ഉന്നതത്തിൽ കയറിയിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ഏക ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. സൃഷ്ടാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവാകുന്ന ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്ത് കർത്താവെ സ്തുതിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തുതിക്കുന്നപ്പാ. നടിയൻ പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേൽ ദൈവിക കൃപ ഉണ്ടാകണമേ കർത്താവെ. ഹല്ലേലൂയ പ്രസംഗം കേൾക്കുന്ന ഓരോ കുടുംബത്തിനും ദൈവിക സമാധാനം, ദൈവിക സന്തോഷം കർത്താവെ. നിത്യജീവനായുള്ള ഓട്ടം ഹല്ലേലൂയ സ്ഥിരതയോടുവാനുള്ള കൃപ കർത്താവെ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യത്തിന്മേലെല്ലാം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന ദൈവവചന പ്രകാരം സത്യം അറിയുമ്പോൾ കർത്താവെ ഒരു കുടുംബത്തിലെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നൊക്കെയും കർത്താവെ നീ ഒരു വിടുവിച്ച് കർത്താവെ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ബലപ്പെടുത്തണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് കേൾക്കണം നല്ല പിതാവേ. ആമേൻ.